കെ.ടി. ജലീൽ എന്ന പൊതുപ്രവർത്തകന് ഒരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലി എന്താണെന്ന് വെച്ചാൽ, തൻ്റെ വ്യക്തിപരമായ വൈരാഗ്യവും വിരോധവും അത് തീർക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു ശൈലി. അതിന് പടച്ചതമ്പുരാനെയും വിശ്വാസത്തെയും കൂട്ടുപിടിക്കണമെങ്കിൽ അങ്ങനെ, എന്നാൽ മറ്റൊരു ഭാവം ഉണ്ടാക്കണമെങ്കിൽ അതിനെ തള്ളിപ്പറയാനും മറ്റൊരു രൂപത്തിലേക്ക് ആക്കാനും അതിനൊരു മടിയുമില്ല. സ്വർഗവും നരകവുമെല്ലാം തൻ്റെ ലാഭത്തിനു വേണ്ടി എങ്ങനെയും വ്യാഖ്യാനിച്ചെഴുതാൻ ഒരു മടിയുമില്ല. മുൻകാലങ്ങളിൽ ചെയ്ത ഏതെങ്കിലും സഹായിച്ചവരോട് പ്രത്യേകിച്ച് നന്ദിയും കടപ്പാടും താല്പര്യങ്ങളും ഒന്നുമില്ല. ആകെയുള്ളത് തൻ്റെ വിജയം, തൻ്റെ നേട്ടം, അതിന് ഏതുവരെയും പോവുക എന്നുള്ളതാണ്. തന്നെ വിമർശിക്കുന്നവർക്ക് നേരെ ഏത് കുടിലതന്ത്രങ്ങളും പ്രയോഗിക്കും. ഊമക്കത്തുകൾ എത്ര എണ്ണം വേണമെങ്കിലും ഉണ്ടാക്കും. പരാതികൾ ഏതെല്ലാം തരത്തിൽ വേണമെങ്കിലും സൃഷ്ടിക്കും. എന്ന് മാത്രമല്ല, അതിന് ഏത് മാർഗങ്ങൾ ഉപയോഗിക്കണോ ആ മാർഗങ്ങളെല്ലാം തന്നെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഉപയോഗിക്കുന്നതിന് വളരെ വിദഗ്ധനാണ് കെ.ടി. ജലീൽ. അദ്ദേഹത്തിന് ആരെയും വിമർശിക്കാം, അദ്ദേഹത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നവരുടെ ഉച്ചിയിൽ ചവിട്ടി തേക്കാം, അവരെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാം, അവരുടെ മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ അത് അടച്ചുപൂട്ടാൻ വേണ്ടി മുന്നിട്ടിറങ്ങാം. എല്ലാ തരത്തിലും ആദർശവാനാണെന്ന് പറയുകയും എന്നാൽ അണുവിട അതിൻ്റെ ഒരു ലെവലേശമായ ഭാവം പോലും തൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകളുടെ കാര്യത്തിൽ ഇല്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് തവന്നൂരിൽ അവസാനിക്കുന്നത്. അതെ, പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ, തന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ആളിനെ, തനിക്ക് മാർഗങ്ങൾ ഉണ്ടാക്കി തന്ന ആളിനെ, തനിക്ക് വഴിവെട്ടി തെളിച്ച ആളിനെ പരാജയപ്പെടുത്തി രംഗത്ത് വരുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് മാധ്യമവും അതോടൊപ്പം ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ആയിരുന്നു. പിന്നീട് തൻ്റെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി അവരെ തീർക്കുന്നതാണ് പ്രയോജനമെങ്കിൽ ഒരു കടപ്പാടുമില്ലാതെ അവരെ തീർക്കുക എന്ന നിലപാടിലേക്ക് എത്തുന്നതിന് അദ്ദേഹത്തിനൊരു മടിയുമില്ല. അതുകൊണ്ടാണ് തൊട്ടതിനും പിടിച്ചെടുത്തും ഒക്കെ അദ്ദേഹം ഏത് തരത്തിലും ഏത് വാക്കുകൾ കൊണ്ടും ഏത് വാക്കുപയോഗിച്ചും അവരെ തകർക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിനെ എതിർക്കാൻ വന്ന തെറ്റു മാത്രമേ കഴിഞ്ഞ തവണ മത്സരിച്ച ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന് പറയുന്ന ചാരിറ്റി ചെയ്യുന്ന ഒരു മനുഷ്യനെ കിട്ടിയുള്ളൂ. അതിന് അദ്ദേഹത്തെ ഈ 5 വർഷങ്ങൾക്ക് ശേഷവും വിളിക്കുന്നത് ചാരിറ്റി മാഫിയ കിങ് എന്നാണ്. ഒരു സ്ഥാനാർത്ഥിയും വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പരാജയപ്പെടുത്തിയ സ്ഥാനാർത്ഥിയെ ആക്ഷേപിക്കാറില്ല. പക്ഷേ കെ.ടി. ജലീലിന് അതിനൊന്നും ഒരു മടിയുമില്ല. ഞാൻ ചെയ്ത വീഡിയോകൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായെങ്കിൽ എന്നെ ഏത് തരത്തിലാണോ ഒളിഞ്ഞു നിന്ന് പണിയേണ്ടത് അതിന് ഏത് എക്സ്ട്രീമിൽ വരെ പോകാനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ലാത്ത ആളാണ് എന്നുള്ളതാണ് കെ.ടി. ജലീലിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ പ്രയോഗിച്ചിട്ടുമുണ്ട്. ആ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഏതായാലും ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, തവന്നൂരിനോടൊപ്പം കേരളത്തിൻ്റെ മതേതര മനസ്സാണ് വി.എസ്. ജോയി എന്ന ചെറുപ്പക്കാരനെ ജയിപ്പിച്ചത്. വി.എസ്. ജോയി തവന്നൂരിൽ മത്സരിക്കാൻ വരുമ്പോൾ വി.എസ്. ജോയിയുടെ ഇന്നത്തെ കാലത്തെ പേര് പറഞ്ഞാൽ ജാതി ഉണ്ടല്ലോ, സോഷ്യൽ എഞ്ചിനീയറിങ്ങിൽ ജാതിയുടെ മേലാളന്മാരായി ജീവിക്കുന്നവരുടെ കണക്കെടുത്താൽ അവർക്ക് പറയാൻ കാര്യമായ ഒന്നുമില്ല തവന്നൂർ മണ്ഡലത്തിലുള്ളത് മുസ്ലിം പോപ്പുലേഷനും അതുപോലെ തന്നെ ഹിന്ദു പോപ്പുലേഷനുമാണ്. ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളരെ മീഗറാണ്. പക്ഷേ മലപ്പുറത്ത് DCC പ്രസിഡൻ്റാക്കാൻ വി.എസ്. ജോയിയെ ആക്കാൻ ധൈര്യം കാണിച്ച അതേ കോൺഗ്രസ് പാർട്ടി തവന്നൂരിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാനിറക്കി. ഒരുപക്ഷെ ഈ പലപ്പോഴും അത്തരം സമവാക്യങ്ങൾ പലയിടത്തും പാളിപ്പോവുമെന്ന് സംശയമുള്ളപ്പോഴും തവന്നൂരിലെ മതേതര സ്വഭാവമുള്ള മനുഷ്യരെ വിശ്വസിച്ചതിന് അവിടുത്തെ ജനങ്ങൾ കൃത്യമായ മറുപടി നൽകുകയായിരുന്നു വി.എസ്. ജോയിയുടെ വിജയത്തിലൂടെ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആളുകൾ പലപ്പോഴും എന്തെങ്കിലും കമൻറ്റുകൾ എഴുതാറുണ്ട്. പക്ഷേ ആ കമൻ്റ് എഴുതുന്നത് പോലും ജലീൽ സാറിന് സഹിക്കില്ല. അദ്ദേഹം ഇനി മത്സര രാഷ്ട്രീയത്തിലില്ല, ഇനി പൊതുപ്രവർത്തനത്തിൽ മാത്രമേ ഉള്ളൂവെന്നും അതോടൊപ്പം കെ.ടി. ജലീൽ സാധാരണ അദ്ദേഹം അങ്ങനെയൊന്നും പറയാറില്ല ഒരു സ്ഥാനാർത്ഥികളും. പക്ഷേ ജലീലിനൊന്നും സഹിക്കില്ല. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്ന ആളാണ്. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല. സാക്ഷാൽ PV അൻവർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹവും ഒരു വെബ്സൈറ്റും അഴിമതിക്കെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു സംഗതിയുമൊക്കെയായി ഇറങ്ങി. പിന്നീട് അതങ്ങ് ഒഴിവാക്കി, അതങ്ങ് പിൻവലിച്ചു. അത് ഒഴിവാക്കുന്നതിനും പിൻവലിക്കുന്നതിനും അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. പിന്നെ അതിനുശേഷമാണ് ഇനി മത്സരിക്കാനില്ല എന്ന് അദ്ദേഹം തുറന്നങ്ങ് പ്രഖ്യാപിച്ചത്. നമ്മളൊക്കെ സാധാരണ എന്തെങ്കിലും ഒരു കാര്യം പരസ്യമായി പറഞ്ഞാൽ അതിന് നമ്മളൊരു വില കൊടുക്കാറുണ്ട്, നാട്ടുകാർ വില കൊടുത്തില്ലെങ്കിലും. പക്ഷേ പുള്ളിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും പ്രവൃത്തിക്കും ഒരു വിലയും കൊടുക്കാറില്ല. അദ്ദേഹം പാർട്ടി നിർബന്ധിച്ചു എന്ന് പറഞ്ഞ് പെതുക്കെ പുറകിലൂടെ ചാടി മുന്നിലെത്തി.
മത്സര രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയെന്ന് സ്വയം പ്രഖ്യാപിച്ചെങ്കിലും എല്ലാ വാർത്തകളും ഏതെല്ലാം സന്ദർഭങ്ങളുണ്ടോ അതിലെല്ലാം പിന്നെ എഴുതി ഭക്തി പ്രകടിപ്പിച്ച് പുസ്തകമെഴുതി അതിലൂടെ പ്രചാരണം നടത്തി എവിടെയെല്ലാം എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിക്കുമ്പോഴും അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഈ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ ആ ഒരു വേദനയിൽ നിന്ന് പിടച്ച് കരകയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മത്സരിച്ചേ മതിയാവൂ KT ജലീലിന്. അതെ, അങ്ങനെ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റിലെ കമൻ്റാണ്, കാലിടറില്ല, 10,000-ഓളം വോട്ടുകൾക്ക് ജയിക്കും, എൻ്റെ തോൽവി മാധ്യമം ആഗ്രഹിക്കുന്നുണ്ടാകും, പക്ഷേ നടക്കില്ല. തവന്നൂരും ഞാനും തമ്മിലുള്ള ആത്മബന്ധം അത്ര ഗാഢമാണ്. 2021 നിങ്ങളെല്ലാവരും കൂടി എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന ചാരിറ്റി മാഫിയ തലവൻ്റെ ഗതി എന്തായി? അതാണ് ഞാൻ പറഞ്ഞത്. ഫിറോസ് കുന്നുംപറമ്പലിനെ വിളിക്കുന്നത് ചാരിറ്റി മാഫിയ തലവനാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് KT ജലീലിനെ വിളിക്കേണ്ടതെന്ന് അദ്ദേഹം തന്നെ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. മെയ് 4 രാവിലെ 8 മണി വരെ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാം. അന്നേ ദിവസം ഉച്ചയോടെ എൻ്റെ 5ാമത്തെ വിജയത്തിൻ്റെ ചിത്രവും വാർത്തയും വിറയ്ക്കുന്ന കൈകളോടെ 5-ാം തീയതിയിലെ മാധ്യമത്തിലേക്കായി നിങ്ങൾ നിരത്തേണ്ടി വരും. പടച്ച റബ്ബ് സാക്ഷി. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്യും, പടച്ചവനെ പിടിച്ചിടുകയും ചെയ്യും. സാധാരണക്കാർ പെൻഷൻ വാങ്ങിക്കുമ്പോൾ അദ്ദേഹം സൂക്ഷ്മതയുള്ള അള്ളാഹുവിൻ്റെ ഒരു അടിമയായിത്തീരും. എന്നാൽ കൊച്ചാപ്പാട മോൻ്റെ കാര്യം വരുമ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ കാര്യമൊന്നുമില്ല. ആരെയെങ്കിലും ഉപദ്രവിക്കാൻ പേര് വെക്കാതെ വ്യാജപരാതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അള്ളാഹുവുമില്ല, റസൂലുമില്ല. അതിന് ശത്രുക്കളെ എല്ലാവരെയും ശേഖരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നുമില്ല. ഏതായാലും അതിനെല്ലാം തവന്നൂറുകാർ തീർപ്പ് കൽപ്പിച്ചു. അവരുടെ ജാതിയിലും മതത്തിലും ഒന്നും പെടാത്ത, അവരുടെ വിശ്വാസത്തോടും അവരുടെ രാഷ്ട്രീയ പ്രതിബദ്ധതയോടും ചേർന്ന് നിൽക്കുന്ന ആളിനെ ഈ ഒരു മനുഷ്യനെ മടുത്ത് തിരിച്ചോട്ട് ചെയ്ത് മറിച്ച് വിജയിപ്പിച്ചു. അതാണ് തവന്നൂരിൽ കണ്ടത്.